ആദ്യം നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ ഷാജോൻ ചേട്ടൻ അഭിനയിച്ച അല്ലെങ്കിൽ ഒരു വലിയ ഹിറ്റ് സമ്മാനിച്ച മലയാള സിനിമയെ മറ്റൊരു തലത്തിൽ ചിന്തിപ്പിച്ച ഒരു സിനിമയാണ് ദൃശ്യം. ഓക്കെ, ദൃശ്യം 2 ഷാജോൻ ചേട്ടനില്ല. അതുപോലെ തന്നെയാണ് മലയാള സിനിമയുടെ ചരിത്രം മാറ്റി എഴുതപ്പെട്ട സിനിമയായിരുന്നു ലൂസിഫർ. ലൂസിഫറിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള എമ്പുരാനിലും ഷാജോൻ ചേട്ടനില്ല. മലയാള സിനിമ ഷാജോൻ ചേട്ടനെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അല്ല, എന്താണെന്നറിയോ, എനിക്ക് തോന്നുന്നത് ദൃശ്യം 2 ഒരു ക്യാരക്ടർ ഇല്ലായിരുന്നിട്ട് ഇത്രയധികം ഡിസ്കഷൻ ആയത് ഒരുപാട്. സഹദേവനില്ല. അത് തന്നെയാണ് ആ ക്യാരക്ടറിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പം ഞാൻ പോകുന്ന എല്ലാ ഇൻ്റർവ്യൂവിലും ചോദിക്കുന്നുണ്ട്. ഞാൻ രാജുവിനോട് ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറിയേനെ കേട്ടോ എന്ന് പറഞ്ഞ് വെടി വെച്ചപ്പോൾ കൊല്ലണ്ടായിരുന്നു. വെടി വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ മാറിയേനെന്ന് പറഞ്ഞ് രാജു ചിരിച്ചു. അപ്പോൾ ഈ പറയുന്ന പോലെ അതെല്ലാം നല്ലതിനാണ്. ഈ പറഞ്ഞ പോലെ ഓരോ സിനിമയ്ക്കും ഓരോ രീതിയിലാണല്ലോ അതിൻ്റെ പരിപാടികൾ. അപ്പം സഹദേവൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എന്നെ കഴിഞ്ഞും വളരെ വ്യക്തമായിട്ട് ജിത്തുബായിക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇനി സഹദേവൻ വരുമ്പോൾ സഹദേവന് കൃത്യമായിട്ടൊരു പ്ലേസ് ഉണ്ടാവണം. വെറുതെ അദ്ദേഹം വന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ആ ഫസ്റ്റ് സിനിമയുടെ ഒരു ഇമ്പാക്റ്റോടെ പോകും ക്യാരക്ടർ വൈസ്. അപ്പോൾ ഇനി സഹദേവൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു രീതിയിലായിരിക്കും ജിത്തുബായി കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ചേട്ടാ, അന്ന് കുറേ ചവിട്ടും ഇടിയൊക്കെ കൊടുത്തില്ല, ഒരുപാട് ഇൻ്റർവ്യൂ പറഞ്ഞാൽ നമ്മൾ അതിലോട്ടൊന്നും കിടക്കുന്നില്ല കേട്ടോ. എൻ്റെ ചോദ്യം എന്താ വെച്ചിരിക്കുക, ശരിക്കും ഏതെങ്കിലുമൊക്കെ ഒന്നും കൊണ്ടുണ്ടോ ലാലേട്ടൻ? പിന്നെ കൊണ്ടിട്ടുണ്ട്, പിന്നെ കൊള്ളാതിരിക്കും അങ്ങനത്തെ ഇടിയിൽ ഇടിക്കുന്നത്. പക്ഷേ ലാലേട്ടൻ ആയതുകൊണ്ടാണ് കേട്ടോ അത് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? ലാലേട്ടൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ, നമുക്ക് ദേഹത്ത് ഉള്ളിക്കാതെ അങ്ങനെ. അല്ലെങ്കിൽ പിന്നെ ഒരു മാസ്റ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കമ്പോസ് ചെയ്ത് ഫൈറ്റ് ആണെങ്കിൽ ഓക്കെ. ഇത് അങ്ങനെ ഇല്ലല്ലോ. ലാലേട്ടൻ എങ്ങനെ കറങ്ങി വരുമെന്ന് എനിക്ക് പറഞ്ഞുകൂടാ, ഞാൻ എങ്ങനെയൊക്കെ ഇടിക്കാൻ പോകുന്നു ലാലേട്ടൻ അറിഞ്ഞുകൂടാ, ജിത്തുബായിക്ക് പറഞ്ഞുകൂടാ, സുഹൃത്ത് ക്യാമറമാനും ഒന്നും പറഞ്ഞുകൂടാ. സുഹൃത്ത് ക്യാമറ എടുത്ത് തോള വെച്ചിട്ട് പറഞ്ഞു, മച്ചാനെ എങ്ങനെ വേണമല്ലോ ഇടിച്ചോ, ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ ജിത്തുബായിട്ട് ചോദിച്ചു, എങ്ങനെ ഇടിക്കുക കുഴപ്പമില്ല, ലാലേട്ടനാണ് ധൈര്യം തരുന്നത്. പറഞ്ഞു നീ ഇങ്ങനെ ഇടിച്ച്, ഞാൻ വന്നോണ്ട് നീ ഇങ്ങനെ ചവിട്ടും, അപ്പം ഞാൻ പോയി വീഴും, അപ്പോൾ ഇപ്പം ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ എന്നെ കുനിച്ചെടുത്തിട്ട് ഇങ്ങനെ ഇടിക്കുന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ഇടി അങ്ങ് തുടങ്ങിയിട്ട് പിന്നെ നിർത്തിയിട്ടില്ല. കാളം കൂടെ ഇടിയായിരുന്നു, പക്ഷെ കൊണ്ടിട്ടുണ്ട് കേട്ടോ. അതെല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ലൂസിഫർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ രാജുവേട്ടൻ്റെ ആയിട്ടുള്ള കുറച്ച് ഡയറക്ടർ പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പടം നമ്മളും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, രാജുവേട്ടനായിരുന്നല്ലോ നായകൻ. എങ്ങനെയുണ്ടായിരുന്നു ആ ഉൾട്ട പരിപാടി? അങ്ങോട്ടും രാജു അറിയാലോ, ഒരു ഗംഭീര ടെക്നീഷ്യനാണ് രാജു. എല്ലാത്തിനെ കുറിച്ച് അറിയാം, ഒന്നിനെക്കുറിച്ചൊരു ഡൗട്ടില്ല. അത് എനിക്ക് ഭയങ്കര ഹെൽപ്പാവുകയും ചെയ്തു സിനിമയിൽ നമ്മുടെ പടത്തിലോട്ട് വന്നപ്പോഴേ. എനിക്ക് ഈ ലെൻസിന് പറഞ്ഞു കൊടുക്കാനൊന്നും എനിക്കറിഞ്ഞില്ല. 50-34 90 ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് ജിത്ത് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് വേണമെന്ന് പറയുമ്പം എനിക്ക് ഈ സ്ക്രീനിൽ കൂടെ രാജു ആയിരിക്കും ഫ്രെയിമിൽ. അപ്പോൾ രാജു ഇവിടെ നിന്ന് 50 ഇടും, മറ്റേ ലൈറ്റില്ല, അതിന് ലൈറ്റ്, മറ്റേ ലൈറ്റിന് ഈ ലൈറ്റില്ല എന്നുള്ളത് അപ്പോൾ നമുക്കറിയാം. ആ ലൈറ്റ് വെച്ച് കൊടുക്കട്ടോ ഇത്രയും പറഞ്ഞാൽ നമുക്ക് ബാക്കി രാജു പറയുന്നത്. ടെക്നിക്കൽ സൈഡ് എല്ലാം അറിയാം, അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല ആ കാര്യത്തിൽ. പിന്നെ അതുകൊണ്ട് തന്നെ ഭയങ്കര സുഖമായിരുന്നു. പിന്നെ ഈ ഇത് കഴിഞ്ഞിട്ടാണല്ലോ വന്നത്, ലൂസിഫർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പടത്തിൽ വരുന്നത് രാജു. അപ്പോൾ ഈ പറയുന്ന പോലെ നൈറ്റ് ഷൂട്ടിനൊക്കെ മഴയൊക്കെ പെയ്തിട്ട് 5 മണി വരെയൊക്കെ ഇരുന്നിട്ട് പോയിട്ടുണ്ട് രാജു. രാത്രി 10:30 ഷൂട്ടിന് വന്നിട്ട് ഫുൾ ഫൈറ്റ് സീക്വൻസിനൊക്കെ ഫുൾ മഴയായിട്ട് രാവിലെ 5 മണിയാകുമ്പം ഞാൻ ചെല്ലു രാജു നിന്ന് ഇന്നത്തേട്ട് ഒരു കുഴപ്പമില്ല, വൈകിട്ടപ്പോഴാണ്, അപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പം നമ്മൾ അതുവരെ കേട്ടിട്ടുള്ള പരിപാടികളല്ല നമ്മളീ കാണുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ രാജുവിനോട് ചോദിച്ചു, രാജു ഇതെന്താണ് ഭയങ്കര ഒരു ദേഷ്യം, ആരോടൊന്നും ദേഷ്യമൊന്നും പറ്റില്ലല്ലോ ചേട്ടാ. മോഹൻലാലിനെ പോലൊരു നടൻ എൻ്റെ ലൊക്കേഷന് വന്ന് കാണിച്ചിട്ട് പോയത് കണ്ട് ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. അതുപോലൊരു മനുഷ്യൻ അങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഞാനൊക്കെ എന്താ ചെയ്യണ്ടേ, ഞാനൊക്കെ ഇങ്ങനെങ്കിലുമൊക്കെ ഞാൻ ബിഹേവ് ചെയ്യണ്ടായിരുന്നു. അപ്പം ലാലേട്ടൻ അങ്ങനത്തെ ഒരാളാണ്, മനസ്സിലായില്ലേ? അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് രാജുവിലും അതിന് ശേഷം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ലൂസിഫറിന് ശേഷം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് രാജു ഭയങ്കര ഹ്യൂമർ. നമ്മുടെ ഇൻ്റർവ്യൂവിനൊക്കെ ഒരുപാട് തമാശകൾ പറഞ്ഞു. ഓർക്കുന്നുണ്ട് ഇൻ്റർവ്യൂസിനൊക്കെ രാജുവും ലിസ്റ്റിന് ഞാനും കൂടി ഇരുന്ന ഇൻ്റർവ്യൂസൊക്കെ ആ സമയത്ത് ഭയങ്കര വൈറലായിരുന്നു. ഒരുപാട് തമാശകൾ, രാജുവിൻ്റെ ഒരുപാട് കൗണ്ടറുകൾ, ലിസ്റ്റിനെ ഭയങ്കര കൗണ്ടറുകളൊക്കെ പറഞ്ഞ് അപ്പോൾ ഒരുപാട് പേര് കമൻസിലൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരാഴ്ച ഒരുപാട് മാറി തമാശ പറഞ്ഞ. അപ്പോൾ എനിക്കൊന്ന് ലാലേട്ടൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും അതിനകത്ത്, ലാലേട്ടൻ്റെ ലൊക്കേഷൻ്റെ ഒരു ബിഹേവിങ് കാര്യങ്ങളൊക്കെ. പൃഥ്വിരാജിനൊപ്പവും മോഹൻലാലിനൊപ്പവും ഒക്കെ വർക്ക് ചെയ്ത ഷാജുവിൻ്റെ വാക്കുകളാണ്. പൃഥ്വിരാജിന് വന്ന മാറ്റം, ഇൻഫ്ലുവൻസ്, മോഹൻലാലിൽ നിന്ന് കിട്ടിയ ഇൻഫ്ലുവൻസ് എത്രമാത്രം ഇമ്പാക്റ്റ് പൃഥ്വിരാജിൽ മാറ്റങ്ങൾ വരുത്തി എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. പൃഥ്വിരാജിനെ നമുക്കറിയാം, വന്ന സമയത്ത് പൃഥ്വിരാജ് അരഗൻറ്റ്, ഭയങ്കര ദേഷ്യവും ജാട എന്നാണെന്ന് എല്ലാവരും പറഞ്ഞത്. നമുക്കറിയാം, നമ്മളും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. പൃഥ്വിരാജിൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെ അങ്ങനെയായിരുന്നു. പക്ഷേ സൂപ്പർ താരങ്ങളെപ്പോലും വിമർശിച്ച ആളാണ് പൃഥ്വിരാജ് അന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ജാട എന്നുള്ള പേര് വെച്ചു കൊടുത്തു എല്ലാവരും, പ്രഷർ. പക്ഷെ പിന്നീട്
അതെല്ലാം മാറ്റി നിർത്തി വലിയൊരു മാറ്റമാണ് പൃഥ്വിരാജ് കൊണ്ടുവന്നത്. ഇതിപ്പോൾ ആടുജീവിതം വരെ എത്തി നിൽക്കുന്നു. പൃഥ്വിരാജിന് ഗംഭീര കയ്യടിയാണ്. പൃഥ്വിരാജിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആടുജീവിതത്തിലൂടെ അദ്ദേഹം തന്നു കഴിഞ്ഞു. ആ പൃഥ്വിരാജാണോ ഇതെന്ന് പറയാനേ പറ്റത്തില്ല. പക്ഷേ മോഹൻലാൽ കൊടുത്ത ഇൻഫ്ലുവൻസിൻ്റെ ഒരു കാര്യം, പൃഥ്വിരാജിൽ വന്ന മാറ്റം. അപ്പോൾ മോഹൻലാൽ സെറ്റിൽ എങ്ങനെയാണ് ഈ വെളിയിൽ ജാടാ എന്ന് പറയുന്നെങ്കിലും പലരും പല നടന്മാരെക്കുറിച്ച് പറയുന്നെങ്കിലും മോഹൻലാലിനെക്കുറിച്ച് എല്ലാവർക്കും ഒരേ വാക്കാണ്. അദ്ദേഹം സെറ്റിലും വെളിയിലും എല്ലായിടത്തും ഒരേപോലെ. നമ്മൾ ഷാറൂഖ് ഖാനെ കുറിച്ച് നോർത്ത് ഇന്ത്യയിൽ പറയുന്ന പോലെ തന്നെയാണ് മോഹൻലാലിനെ ഇവിടെ പറയുന്നത്. എല്ലാവരോടും ഒരേപോലുള്ള ബിഹേവിയർ, ആരെയും അങ്ങനെ താഴ്ത്തിക്കെട്ടുകയോ, എല്ലാവരോടും ഒരേപോലെ സൂപ്പർ താരം എന്നുള്ള ഒരു ജാടയില്ലാതെ പ്രവർത്തിക്കുന്ന മനുഷ്യൻ. അദ്ദേഹം ആ സെറ്റിൽ എങ്ങനെ കാഴ്ചവെക്കുന്നത് കണ്ട് നമുക്ക് അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. ഇന്നസെൻ്റ് പോലും മോഹൻലാലിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മോഹൻലാൽ ചെയ്യുന്നത് കണ്ടിട്ട് നമുക്ക് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല, അവരെക്കാളും വലിയ സൂപ്പർ താരമാണല്ലോ മോഹൻലാൽ. അങ്ങനെ ചില കാര്യങ്ങൾ, ആ ഒരു മാറ്റം, പൃഥ്വിരാജിന് വന്ന മാറ്റം, മോഹൻലാലിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളതാണ് കറക്റ്റായിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് വന്ന മാറ്റങ്ങളുമൊക്കെ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു സംഭവമാണ്. നല്ല വ്യക്തിത്വമായിട്ടുള്ള കൂട്ടുകെട്ട് വരുമ്പോൾ സ്വാഭാവികമായും നമ്മളും മാറും എന്നുള്ളത് എൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ലൂസിഫറിൻ്റെ 2ാം ഭാഗമായ എമ്പുരാൻ, അതെന്തായാലും ഷാജോന് കാണത്തില്ല, അത് മനസ്സിലായല്ലോ നമുക്ക് ആദ്യ ഭാഗത്ത് എന്താ സംഭവിച്ചത്. പക്ഷേ ദൃശ്യത്തിന് 3ാം ഭാഗത്ത് ഷാജോൺ ഉണ്ടാവും. ഷാജോണിനെ കൊണ്ടുവന്നാൽ അങ്ങനെ കൊണ്ടുവരണം. ദൃശ്യം 2 ഇറങ്ങിയപ്പോൾ തന്നെ ഷാജോണിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചയുണ്ടായിരുന്നു. ഷാജോൺ ആയിരിക്കാം വില്ലനായിട്ട് വരിക എന്നുള്ളത്. പക്ഷേ അതൊന്നും അല്ല ജിത്തു ജോസഫ് കൊണ്ടുവന്നത്. ഇനി സഹദേവൻ എന്ന കഥാപാത്രം വരണമെങ്കിൽ എനിക്കൊന്ന് 3ാം ഭാഗത്ത് എന്തായാലും സഹദേവൻ എന്ന കഥാപാത്രം ഒരു വലിയ നെഗറ്റീവ് കഥാപാത്രമായി തന്നെ മോഹൻലാലിൻ്റെ ജോർജ് കുട്ടിയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വെച്ചൊരു പ്ലോട്ട് തയ്യാറാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യൻ പ്രേക്ഷകർ മുഴുവൻ കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ദൃശ്യം 3. ആ ദൃശ്യം 3യിലേക്ക് ഷാജോൺ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ എത്താൻ സാധ്യതയുണ്ട്. ഷാജോണിൻ്റെ വാക്കുകളും, ഷാജോണിനും അതിന് ആഗ്രഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അത് വ്യക്തമാണ്. അങ്ങനെ ഒരു ഗംഭീര കഥാപാത്രം കാണട്ടെ. അവരന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ അന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചാനലുകളൊക്കെ ചർച്ചയാക്കിയ സാധനങ്ങളാണ്, ഫൈറ്റും ഒക്കെ. ഇപ്പോഴും ആ കാര്യങ്ങൾ പറയണമെങ്കിൽ ദൃശ്യം എത്രമാത്രം പ്രേക്ഷകരിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോഴും ചർച്ചകളിൽ ദൃശ്യമുണ്ട്.